എല്ലാവർക്കും നമസ്കാരം. കേട്ടറ്റിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയായിരിക്കും. ഞാൻ സുഖമായിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ബൈബിളില് ജനീസിസ് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം 6 ദിവസം കൊണ്ട് ഭൂമിയും ആകാശവും വെള്ളവും മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഏഴാമത്തെ ദിവസം വിശ്രമിക്കും, അല്ലെ? ജ്യൂസ് അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിശ്രമ ദിവസത്തിനെയാണ് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മളുടെ പരീക്ഷ കഴിഞ്ഞു. ഇതിപ്പോ അടുത്ത തിങ്കളാഴ്ചയായി. ഞാൻ വിശ്രമത്തിൽ ആയിരുന്നു, സത്യം പറഞ്ഞാൽ. ഞാൻ ദൈവമൊന്നുമല്ല. പക്ഷെ കുറെ ദിവസത്തെ പഠിപ്പിക്കലിന്റെ ബാച്ചുകളൊക്കെ ഒഴിച്ചു വിട്ടതിന് ശേഷം സമാധാനത്തിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. നിങ്ങളുടെ കമന്റ്സ് ചെയ്യാൻ കാണാറുണ്ട്. ചില ആൾക്കാർ മൊബൈലിലേക്ക് തന്ന നമ്പറിലേക്ക് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. എനിക്ക് മെസ്സേജ് അയക്കുന്നതിന് പൈസ ഒന്നും തരണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. സോ ഇത് ചെയ്യാതിരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഒരാഴ്ചയൊക്കെ ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. നിങ്ങൾ കമന്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ നോക്കുമ്പോൾ ഇതൊരു ഈസി എക്സാം ആയിട്ടാണ് മനസ്സിലാവുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളെ സംബന്ധിച്ച് ഇത് എത്രത്തോളം ഒരു അത് പറയുമല്ലോ, ഹാർഡാണോ ഈസി ആണോ മീഡിയം ആണോ, ഇതൊരു മീഡിയത്തിന് താഴെ അല്ലെങ്കിൽ ഒരു ഈസി എക്സാം ആയിട്ടാണ് ലിറ്ററേച്ചറിന്റെ പാർട്ടെന്ന് എനിക്ക് നോക്കിയിട്ടുള്ളത്. അതായത് കുറച്ചെല്ലാം പഠിച്ച ആൾക്കാർക്ക് ലിറ്ററേച്ചറിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പെഡഗോഗിയിലേക്ക് പോയി കഴിഞ്ഞാൽ സോ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ അതിനെ വെച്ച് നോക്കുമ്പോൾ ലിറ്ററേച്ചർ ആണ് കുറച്ചും കൂടെ വേണമെങ്കിൽ ടഫ് എന്ന് പറയാൻ പറ്റുക. കാരണം അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 40-50 എണ്ണത്തിന്റെ അടുത്താണല്ലോ ലിറ്ററേച്ചർ ഉള്ളത്. ഒരു 30ന്റെ അടുത്തൊക്കെ ഡയറക്റ്റ് ഈസി വൺ വേർഡ് ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് കിട്ടുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിപ്പിച്ച ഇൻ സർവീസ് ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് സോ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-50 കിട്ടുമെന്നൊന്നുമല്ല. പക്ഷെ ഒരാള് ടെൻഷൻ അടുപ്പിക്കാത്ത വിധമുള്ള ഒരു പരീക്ഷയായിട്ട് കണക്കാക്കാം. അതിന് ചിലപ്പോൾ കാരണം നമുക്കറിയാം, ഇൻ സർവീസിലെ കുറെ ടീച്ചർമാർ എഴുതുന്നുണ്ട്. സോ അവർക്ക് ഇതിന്റെ റിസൾട്ട് വന്നിട്ട് വേണം അവരുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബാക്കി കാര്യങ്ങളിലേക്ക് പോവാൻ. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം, ചിലപ്പോൾ വേണമെങ്കിൽ പരീക്ഷ കുറച്ച് ഈസി ആയിരുന്നു എന്ന് പറയാൻ കാരണം. മുഴുവനായിട്ട് ഈസി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളുടെ കഴിഞ്ഞ പരീക്ഷയെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഈസി ആയിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം ഡയറക്റ്റ് ഉള്ള കുറേ ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഡയറക്റ്റ് ഇത് കാണാതെ പഠിച്ച ഒരാൾക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അതും നമുക്ക് അങ്ങനെ തന്നെ പറയണം. ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ട്. മീഡിയം ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടായി സാധാരണ ഒരു നിലയിൽ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഞാൻ എന്താ പറയുക പറഞ്ഞ് സ്ഥാപിക്കുന്നില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ പറയൂല്ലേ നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നോ അല്ലെങ്കിൽ ഈസി ആയിരുന്നോ എന്നുള്ളത്. ഇത് ഈസി ആയിട്ട് എനിക്ക് തോന്നി. ഫൈൻ, എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് എന്തായാലും തുടങ്ങാം, അല്ലേ? അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റുഡൻസ് അയച്ചു തന്നിട്ടുള്ള കോപ്പി പേപ്പറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് മുന്നിലേക്ക് നോക്കാം എങ്ങനെയായിരുന്നു നമ്മുടെ പരീക്ഷ എന്നുള്ളത്. ഫസ്റ്റ്, ദ ക്യാരക്ടർ മോങ്ക് അംബ്രോസിയോ വാസ് ക്രിയേറ്റഡ് ബൈ. ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ഒരാളോ അല്ലെങ്കിൽ ആദ്യത്തെ ഇതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ട ആൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി വെക്കാം. കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള ചോദ്യങ്ങളും ഉണ്ടാവുമല്ലോ. ഒരിക്കലും 80 ചോദ്യത്തിൽ 80 ചോദ്യത്തിനും ഉത്തരം ഒരിക്കലും കിട്ടത്തക്ക തരത്തിൽ ആരെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടില്ല. സോ അതിൽ ഹാർഡായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്കിത് കണക്കാക്കാം. ഇതിന്റെ ഉത്തരം മാത്യു ഗ്രിഗറി ലൂയിസ് എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ഒരു ഗോത്തിക് നോവലായിട്ടുള്ള ദ മങ്ക് അല്ലെങ്കിൽ ദ മോങ്ക് എന്നൊക്കെ വിളിക്കുന്ന എറമാൻസ് എന്ന സബ് ടൈറ്റിലുള്ള 1796 ഇറങ്ങിയ നോവലിൽ നിന്നുള്ള ഒരു കഥാപാത്രമാണിത്. ഗോത്തിക് എന്ന് പറയുമ്പോൾ ഒരു പ്രേതം വന്ന് ചാടി പിടിക്കുന്ന തരത്തിലുള്ളതല്ല, അതിനനുസരിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ കുറച്ച് അങ്ങനെയുള്ള ഒരു നോവലാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രേതം മാത്രമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ ഉത്തരം മാത്യു ഗ്രിഗറി ലൂയിസ് ആണ്. അടുത്തതിലേക്ക് വരുമ്പോൾ മാക് ഫ്ലക്നോ ഇസ് എ സറ്റയർ ഓൺ യു. ഇതൊക്കെ എത്ര ഡയറക്റ്റ് ചോദ്യമാണല്ലേ. നമ്മളുടെ ലിറ്ററേച്ചർ പഠിച്ച് തുടങ്ങുന്ന കാലം തൊട്ട് നമ്മൾ ഇത് കണ്ടുവരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. തോമസ് ഷാഡ്വെലിനെതിരായിട്ടാണ് ഇത് എഴുതപ്പെടുന്നത്. ഇനി അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയണ്ടല്ലോ. കാരണം വിത്ത് ഓൾ റെസ്പെക്ട്, ഞാൻ ആ ഒരു 5-6 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ
ഞാൻ ഇപ്പൊ പറഞ്ഞു വെക്കുന്ന ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന കുറെ ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഈ ഡ്രൈഡൻ, പോപ്പ്, ഓറിയന്റലിസം, എഡ്വേർഡ് സെയ്ദ് കുറെ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട്. ഒരു 15ഓളം 20ഓളം ചോദ്യങ്ങൾ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. ഇത്ര എനിക്ക് ഓർമ്മയുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഇത് പെട്ടെന്നുള്ള ഒരു ഓർമ്മയിൽ മാത്രം പറയണം. കാരണം ഒരു 5-6 വീഡിയോസ് ഞാൻ ഒരു പരുവത്തിൽ ഞാൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. 4-5ഓളം ഉണ്ടായിരുന്നു. അതിലിത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. മാറ്റ് ഫ്ലക്നോനെ കുറിച്ച്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഒരു ചോദ്യം വെച്ച് അതുകൊണ്ടാണ് ഒരു കാര്യം കൂടുതലായിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്ന് ഒരു ഉത്തരം മാത്രം പറയുന്നതിന് വരെ അതിന്റെ കഥ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. സോ മാറ്റ് ഫ്ലക്നോ ഈസ് എ സെറ്റയർ ഓൺ തോമസ് ഷാഡ്വെൽ എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ബേക്കൺ, വാട്ട് മേക്ക് എ ഫുൾ മാൻ, ഇത് ബേക്കന്റെ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന എസ്സേയിൽ നിന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ഞാനൊക്കെ ഇത് ഡിഗ്രി കാലത്ത് എൻ്റെ ഫസ്റ്റ് സെമ്മിൽ ഉണ്ടായിരുന്നുള്ളതായിരുന്നു. ഇതിൽ വരുന്ന ഉത്തരം റീഡിങ് എന്നുള്ളതാണ്. ഇത് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇനി ബാക്കി എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കണ്ടേ. ഡി, കോൺവെർസേഷൻ എങ്ങനെയാണ് ഒരാളെ ആക്കുന്നത്? റെഡി മാൻ ആക്കും. റൈറ്റിംഗ് എങ്ങനെയാക്കും? കറക്റ്റ് മാൻ ആക്കും. ഓക്കെ, ഇത് ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് വരാൻ, ചോദിക്കാതിരുന്നേക്കാം. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്കൊന്നും നമുക്കിത് ഓർമ്മ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഒരു മാൻ, ഒരു ഫുൾ മാനെ ഓരോ കാര്യങ്ങളാക്കി തീർക്കുന്നത് എന്നാണ് പറയുന്നത്. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ജോൺ കീറ്റ്സിന്റെ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ആണ് ആ പദ്യത്തിന്റെ കാര്യത്തിലും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഡയറക്റ്റ് ചോദ്യങ്ങളാണ് അല്ലെ, ഈസി ചോദ്യങ്ങളാണ്. ട്രൂത്ത് ഈസ് ബ്യൂട്ടി, ബ്യൂട്ടി ഈസ് ട്രൂത്ത് എന്ന് പറയുന്ന വരിയൊക്കെ ഞാൻ അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, നമുക്ക് നോക്കാം. റീഡർ, എ മാരീഡ് ഹിം, ഐഡന്റിഫൈ ദ സ്പീക്കർ. ഇത് കുറച്ചുള്ളിൽ നിന്നുള്ള ചോദ്യം. അത് വായിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് കത്താൻ സാധ്യതയുള്ളൂ. എന്നിരുന്നാലും ജെയിനായ എന്ന് പറയുന്ന ഷാർലറ്റ് ബ്രോണ്ടയുടെ 1840 എഴുതിയ നോവലിൽ നിന്നുള്ള ഒരു വരിയാണത്. ഇതിൽ ഞാൻ പറയാം, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്തിടാറുണ്ട്. അതിൽ ഞാൻ ബ്രോണ്ടെ സിസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞ 2 ഫാക്റ്റുകളിൽ 2 ചോദ്യമായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന്. ഇനി വേറെ ഡയറക്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കണ്ടു നോക്കാം. ഇനിയും പരീക്ഷകൾ മുന്നിലുണ്ട്. സോ ജെയിൻ എയറിൽ നിന്നാണ് ഈ ഒരു വരി എടുത്തിട്ടുള്ളത്. ടു ജോണ ഡസ് ഇവാൻ ഹോപ്പിലോ. ഇത് സർ വാൾട്ടർ സ്കോട്ടിന്റെ 1819 എഴുതിയ ഹിസ്റ്റോറിക്കൽ നോവലാണ്. അത് ആക്ച്വലി എഴുതുമ്പോഴേക്കും, ഇത് എഴുതി കഴിഞ്ഞ അദ്ദേഹത്തിന്റെ, സ്കോട്ടിന്റെ പല കൃതികളും നമുക്ക് ഹിസ്റ്റോറിക്കൽ നോവലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് എഴുതുന്നതോടുകൂടി അദ്ദേഹം യൂറോപ്പിൽ ഫുൾ ഫേമസ് ആകുന്ന കൂടിയുണ്ട്. ഈ ഒരു വർക്കിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ആ ഒരു ജോണറിൽ എഴുതിയത് കൊണ്ടാണ് പറയുന്നത്. സോ ഇതിന്റെ പ്രോപ്പർ ഉത്തരം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ നോവൽ എന്നുള്ളതാണ്. ദ ഇൻഫ്ലുവൻഷ്യൽ പീരിയോഡിക്കൽ ഫൗണ്ടഡ് ബൈ ആഡിസൺ ആൻഡ് സ്റ്റീൽ. നല്ലൊരു ചോദ്യമായിരുന്നു. ഇതൊരു സെറ്റ് ലെവലിലുള്ള ചോദ്യമാണ്. സെറ്റ് അല്ലെങ്കിൽ നെറ്റ് ലെവലിലുള്ള ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. പക്ഷെ ഇത് ഉത്തരം കിട്ടുന്നത് തന്നെയാണ്. ആ ഒരു പോർഷൻ നോക്കിയവർക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് കിട്ടുന്നതാണ് ഉത്തരം. സ്പെക്ടേറ്റർ ആണ്. കാരണം 1711 1712കളിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. കാരണം അതിന്റെ കൂടെ തന്നെ ഇതിന്റെ വരവിനും പോക്കിനൊക്കെ അനുസരിച്ച് വേറെ വേറെ പീരിയോഡിക്കൽസ് അതിന് ശേഷവും മുമ്പിലൊക്കെ വന്നു പോകുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ അഡീഷണൽ സ്റ്റീലിനെ നമുക്ക് പഠിത്തത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഹൂസ് ഫേമസ് പെൻ നെയിം വാസ് ക്യുറർ ബെൽ. ഡയറക്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ ബ്രോണ്ടെ സിസ്റ്റേഴ്സിന്റെ വീഡിയോ ചെയ്തിട്ടുള്ളതിലും ഷാർലറ്റ് ബ്രോണ്ടയുടെ പെൻ നെയിമാണ്. കാരണം ആക്ടർ ബെൽ എന്നുള്ളതും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അനദർ നെയിം ഫോർ ദ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ. ഇത് ഒരു മീഡിയം ലെവലിലുള്ള ചോദ്യമാണ്. അങ്ങനെയൊക്കെ പറയേണ്ടി വരും ഇനിയിപ്പോ. എനിവേ, നമ്മൾ 1611 കിങ് ജെയിംസ് ബൈബിൾ എന്ന് പറയുന്ന ജെയിംസ് രാജാവിന്റെ കൃതിയിൽ നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്കിനെയാണ് നമ്മൾ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെയിം ദ ഓതർ ഓഫ് ദ ക്രിട്ടിക്കൽ വർക്ക് ഓറിയന്റലിസം. ഇത് ഞാൻ എൻ്റെ ആ ഒരു 4-5 വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള വർക്കായിരുന്നു. എഡ്വേർഡ് സെയ്ദ് ആണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കി പോവാം. എനിക്ക് എപ്പോഴെങ്കിലും ഒരു വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ കുറച്ചധികം പറയാനുള്ള ഒരു ത്വരയുള്ള ഒരാളാണ്. ചിലപ്പോൾ നിങ്ങളെ സഹായിക്കുമായിരിക്കാം. എനിവേ, അപ്പോൾ ഇതില് ഫ്രാൻസ് ഫാനന്റെ വർക്ക് റെസ്റ്റ് ഓഫ് ദ എർത്ത് എന്നുള്ളതാണ്. ഹോമി കെ ബാബ അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകളുടെ പേരല്ല, അദ്ദേഹം പ്രധാനപ്പെട്ട
കൺസെപ്റ്റുകളാണ് ഹോമി കെ ബാബ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊന്നാണ് മിമിക്രി, അടുത്തതാണ് ഹൈബ്രിഡിറ്റി, അടുത്തതാണ് തേർഡ് വേൾഡ് എന്നൊക്കെ പറയുന്നത്. എനിവേ, ഇനി സ്റ്റുവർട്ട് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹമാണ് താച്ചറിസം എന്ന് പറയുന്ന ഒരു വേർഡ്, ഒരു ഐഡിയോളജി കോയിൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു വർക്കിന്റെ പേരാണ് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇൻ ദ ടെലിവിഷൻ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. Who among the following is best known for surprise or twist ending? So famous. ഭയങ്കര ഈസി ഉള്ള ചോദ്യം, സംശയമൊന്നും വേണ്ട. ഓ ഹെൻറി എന്ന് പറയുന്ന ആളാണ് ദ ഗിഫ്റ്റ് ഓഫ് ദ മജെ എന്ന് പറയുന്നതും, അതുപോലെ നമ്മൾ ഫേമസ് ആയിട്ട് എന്നും എല്ലാവരും പഠിക്കുന്ന ഈ ലാസ്റ്റ് ലീഫ് ഒക്കെ അല്ലേ, 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും CBSE-യിലും നമ്മുടെ സ്റ്റേറ്റിലും ഡിഗ്രിക്കൊക്കെ ഞാൻ ഇത് പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന പെയിന്റിങ്ങുകാരന്റെ കഥ എഴുതുന്നത് അല്ലേ, ഒരു കുട്ടി വയ്യാതെ കിടക്കുന്നു, സഹായിക്കാൻ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ഒരു ചുമരില് അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് വാളിൽ വരച്ചു വെക്കുന്നു ഈ പെൺകുട്ടിയുടെ. അതാണ് ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന കഥ. നല്ല കഥയാണ് അത്. ഹു ഓഫേഴ്സ് ദ കൺസെപ്റ്റ് ഓഫ് ആൻ ഐഡിയൽ കോമൺവെൽത്ത് ഇൻ ഷേക്സ്പിയേഴ്സ് ദ ടെമ്പസ്റ്റ്? നല്ല ചോദ്യമാണ്. വായിച്ചവർക്ക് മാത്രം കിട്ടുന്ന, അല്ലെങ്കിൽ കുറച്ച് വർക്കുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങി സമയം കണ്ടെത്തുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു നല്ല ചോദ്യമാണത്. കുറച്ച് നല്ല ചോദ്യം. ലൈക്ക് ഞാൻ പറയാറില്ലേ, ഒന്ന് നമ്മൾ ഇറങ്ങി വായിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവുക. എന്തായാലും ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഗോൺസാലോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇതിൽ പറയുന്നത്. ഇത് ആക്ച്വലി എഴുതപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നത് 1610-കളിലാണ്. പക്ഷെ ഇതിൽ ഒരു ഡേറ്റിന്റെ കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ വീണ്ടും കിടപ്പുണ്ട്. എനിവേ, ദ ത്രീ, ദ പ്രൗഡ് ബേർഡ് who long press all things both great and small are by. ആരാ എഴുതിയിട്ടുള്ളത്? സോ ഫേമസ്. ഈ വരി നമുക്കറിയണം നിർബന്ധമില്ല, പക്ഷേ ഈ കവിത കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാ കവിത, ആരാ ആള്. കോളേജിന്റെ റൈം ഓഫ് ദ ആൻഷ്യന്റ് മറൈനർ എന്ന് പറയുന്ന പോയത്തിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ്. അപ്പൊ ഇത് അറിയണമെന്ന് നിർബന്ധമില്ല. ഇതൊരു നല്ല ചോദ്യമാണ്. കാരണം സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, കുറെ ഫേമസ് വരികൾ നമ്മളെടുത്ത് പഠിക്കണം എന്നുള്ളത്. അതിൽ ഉള്ള ഒരു വരി എന്നതിൽ കണക്കാൻ പറ്റില്ല. കാരണം ആ വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. റൈം ഓഫ് ദ ആൻഷ്യന്റ് മറൈനർ എന്ന് പറയുന്ന വർക്കാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുക. കാരണം അതൊരു പോയമാണല്ലോ. എല്ലാ വരിയും നമ്മൾ വായിച്ച എല്ലാ വരിയും നമുക്ക് ഓർമ്മ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. സ്റ്റിൽ ഗുഡ്. ഐ സ്പീക്ക് 3 ലാംഗ്വേജസ്, റൈറ്റിംഗ് ടു ഡ്രീം ഇൻ വൺ. അടിപൊളി ചോദ്യം. ഇതൊക്കെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മളെ ക്ലാസ്സുകളിൽ ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുള്ള ചില വാക്കുകളാണ്. എന്തായാലും കമലാദാസ് ആണ് ഇത് എഴുതുന്നത്. അവരുടെ ആൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോയത്തിൽ 1965 എഴുതിയ സമ്മർ ഇൻ കൽക്കട്ട എന്ന് പറയുന്ന ബുക്കിൽ അടങ്ങിയിട്ടുള്ള ഒരു പോയത്തിലെ വരികളാണിത്. നല്ല വരിയല്ലേ? നല്ല രസകരമായിട്ടുള്ള വരിയാണ്. ഇനി ഇതിൽ പറയുന്ന ആൻ സെക്സ്റ്റൺ എന്ന് പറയുന്ന ഡി ഓപ്ഷനിലുള്ള പോയറ്റസ്, അവര് സിൽവിയാസ് ഡെത്ത് എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണ്. ഇതിപ്പോ ചോദ്യമായിട്ട് വരുമെന്നൊന്നും നമുക്കറിയില്ല. എനിവേ, ഇൻഫർമേഷൻ ഇസ് ഗുഡ്, റൈറ്റ്. ദ വിന്നർ ഓഫ് ബുക്കർ പ്രൈസ് 2025 ആരാ? ഡേവിഡ്. ഓപ്ഷൻ ഡി ആണ്. അദ്ദേഹത്തിന്റെ ഫ്ലഷ് എന്ന് പറയുന്ന ബുക്കിനാണ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ഒരു ഹംഗേറിയൻ ആയിട്ടുള്ള റൈറ്ററാണ്. ഇത് നമ്മൾക്ക് ഒരു കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നോക്കിയിട്ടുള്ളവർക്ക് പ്രോപ്പറായിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ള ചോദ്യമാണ്. കാരണം നമ്മൾ സാധാരണയായിട്ട് ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ അടുത്തുണ്ടായിട്ടുള്ള എന്താ പറയുക, അവാർഡുകൾ പഠിച്ചു പോകുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്. അതങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് 1 മാർക്കാണ് ഇത് കിട്ടിയിട്ടുണ്ടാവുക. എ ഫോം ഓഫ് lyrical poetry written in the form of an address to a person, event or thing. അടുത്ത ഏറ്റവും എളുപ്പമുള്ള ചോദ്യം. ഇത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാ. എന്താ? ഓഡ്. നമ്മൾ കീറ്റ്സിന്റെ കാര്യം പറയുമ്പോൾ പറയുന്നതാണ് അദ്ദേഹം കുറെ ഓടുകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. അതിൽ നേരത്തെ ഓഡോണെഗ്രേഷനാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഓടാണ് ഇത് ആക്ച്വലി അഡ്രസ് ചെയ്യുന്നത് ഒരാളെയോ ഒരു ഇവന്റിനെയോ തിങ്ങിനെയോ. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പശുവിനെ മേയിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ട്രൈസിലബിക്? എളുപ്പമാണ്. സിലബിൾസ് കാണാൻ എന്താ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്? അതിൽ എത്ര വൊവൽ സൗണ്ട് ഉണ്ട് എന്ന് എണ്ണി നോക്കുക. സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. സോ ഇതിൽ ഇങ്ങനെ വരുന്നത് ഏതാ? എലിഫന്റ് എന്ന് പറയുന്ന വവൽ സൗണ്ട് ആണ്. അപ്പോൾ ഇതിനി എണ്ണാൻ അറിയില്ലെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. എത്ര വവൽ സൗണ്ട് ഉണ്ട് എന്ന് നമ്മൾ എണ്ണി നോക്കുക. അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക? എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കുക? എത്ര സിലബിക് സൗണ്ട് ആണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ അതിൽ വരുന്നത് ഡി ഓപ്ഷൻ ആണ്.
വിച്ച് പീരീഡ് ഓഫ് ഇംഗ്ലീഷ് ഈസ് നോൺ ആസ് ദ പീരീഡ് ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ? ഇതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എനിക്കറിയില്ല. സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ ഓൾഡ് ഇംഗ്ലീഷ് കൊടുക്കാൻ പറ്റുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഇത് എത്രത്തോളം വാലിഡ് ആണെന്ന് എനിക്കറിയില്ല. വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻസർ കീ വരുമ്പോഴാണല്ലോ നമ്മൾ ഇത് വാലിഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. പറയാൻ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ ബേസിലാണ് സ്റ്റാൻഡേർഡൈസേഷൻ ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് ഭാഷയാണോ, ഇംഗ്ലീഷ് പ്രിന്റിംഗ് ആണോ, ഇതൊക്കെ ചോദ്യങ്ങൾ. ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള തുടർച്ച ഇവിടെ വരുന്നുണ്ട്, മിഡിൽ ഇംഗ്ലീഷിലും വരുന്നുണ്ട്. സോ എനിക്കറിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ചോദ്യം ഇട്ട ആളുടെ ഒരു കൺസിഡറേഷൻ അനുസരിച്ചിരിക്കും ഇതിന്റെ വരുന്നത്. 89. വാട്ട് ഡിഡ് ഒലിവർ ട്വിസ്റ്റ് ആസ്ക് ഫോർ മോർ? ഇത് പണ്ട് നെറ്റിന് സെറ്റിന് ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ തുടങ്ങി. ഇതും കറക്റ്റ് ആയിട്ട് ഒരു നോവൽ വായിച്ച ആൾക്ക് മാത്രം കിട്ടുന്ന ഒരു അറിവാണ്. നല്ല ചോദ്യമാണ് അത് ആക്ച്വലി. വീണ്ടും വീണ്ടും ഭക്ഷണമാണ് ഈ കുട്ടി ചോദിക്കുന്നത്. റൈറ്റ്, ഡി. 1838 ഒലിവർ ട്വിസ്റ്റ് ഇറങ്ങുന്നത്. ഒരു റിയലിസ്റ്റ് നോവലായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റും. ആക്ച്വലി ഗ്രൂവലാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. സൂപ്പ് ആണോ എന്നുള്ള ഈ ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകാനാണ് കൂടുതൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓതർ ഹു പോപ്പുലറൈസ്ഡ് ദി ബ്രോണർ ഡ്രാമാറ്റിക് മോണോലോഗ്. അയ്യോ, ഭയങ്കര എളുപ്പമുള്ള ചോദ്യം, ഭയങ്കര രസമുള്ള ചോദ്യം. ആരാ? റോബർട്ട് ബ്രൗണിങ്ങിന്റെ. അദ്ദേഹത്തിന്റെ ഫ്രാലിപ്പോലിപ്പി, ലാസ്റ്റ് ഡച്ചസ്, ആൻഡ്രിയോ ഡെൽസാർട്ട് ഇതുപോലത്തെ വർക്കുകളൊക്കെ മനസ്സിലാക്കിയവർക്കറിയാം അദ്ദേഹം ഏത് തരത്തിലാണ് മോണലോഗുകൾ എഴുതാറുള്ളതെന്ന്. ഏറ്റവും നമ്മൾ ഏതിലാ പഠിച്ചിട്ടുള്ളത്? മൈ ലാസ്റ്റ് ഡച്ചസിലാണ് നമ്മൾ ഈ പറയുന്നതല്ലേ. രാജ്ഞിയെ കൊന്നതിന് ശേഷം പുള്ളി ഇരുന്നിട്ട് സങ്കടം പറയാൻ, അയ്യോ എന്റെ രാജ്ഞി എത്ര നല്ലവളായിരുന്നു, വാട്ടവർ. അത് പിന്നത്തെ കാര്യം പോയി. എന്താണ് ഡ്രാമാറ്റിക് മോണോലോഗുകളുടെ പ്രത്യേകത? അതൊരു സിംഗിൾ സ്പീക്കർ ആയിരിക്കും. അതായത് ഒരാൾ നിന്ന് കഥ പറയുന്നതായിരിക്കും പരിപാടി. അതിലൊരു ഇംപ്ലൈഡ് സ്പീക്കർ ഉണ്ടായിരിക്കും. അയാളുടെ തൊട്ടടുത്ത് കഥ കേൾക്കാൻ വേണ്ടി ഒരാളുണ്ടായിരിക്കും. വൈ ഇസ് ദ ഇയർ 1066 ഇമ്പോർട്ടൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഹിസ്റ്ററി? എന്താ ഇതിനൊക്കെ പറയാല്ലേ? അത്രയും നമ്മൾ തളികയിലെടുത്ത് വെച്ച് തരുന്ന ചോദ്യമായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും. അത്രയും എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. നോർമൻ കോൺക്വസ്റ്റ് ആണ് നടക്കുന്നത്. അതിന് ഞാൻ വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ. നോർമൻ കോൺക്വസ്റ്റ് നടക്കുന്ന വർഷമാണ്. റൈറ്റ്, അതാ ഞാൻ പറഞ്ഞേ. ഉം, നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളുള്ള ഒരു പരീക്ഷയായിരുന്നു. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഇത് 1066 എന്തുകൊണ്ടല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോറിയസ് റെവല്യൂഷൻ എപ്പോൾ നടക്കുന്നു, റെസ്റ്റോറേഷൻ എപ്പോൾ നടക്കുന്നു, അർമദ 1588 നടക്കുന്നു, അല്ലെ? ഓരോ കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. ബേസിക് ഐഡിയ ഉള്ള ഒരാൾക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. എന്തായാലും ബി ഓപ്ഷൻ കറക്റ്റ്. 10,000 സോ ഐ അറ്റ് എ ഗ്ലാൻസ് വിച്ച് ഫിഗർ ഓഫ് സ്പീച്ച്? ഹൈപ്പർബോളി എന്ന് പറയുന്ന, ഹൈപ്പർബെലി എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്, ഹൈപ്പർ ബോൾ എന്ന് പറയാറുണ്ട്, ഹൈപ്പർ ബോള എന്ന് പറയാറുണ്ട്. റൈറ്റ്. എന്തായാലും നമ്മൾ പറയാറില്ലേ, കുറച്ച് കയറ്റി പറയാ, മസാല ചേർത്ത് പറയാന്ന് പറയുന്ന പോലെ മോശമായിട്ടല്ല കേട്ടോ. ഹൈപ്പർബോളി അതങ്ങനെയാണ് പറയേണ്ടത്. റൈറ്റ്. ഒറ്റയടിക്ക് ഞാൻ 10,000-ങ്ങളെ കണ്ടു എന്ന് പറയില്ലേ, 10,000-ങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ല, നിന്നോട് ഒരു 100 പ്രാവശ്യം 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. 1000 പ്രാവശ്യം ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവില്ല, രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളൊന്ന് കയറ്റി പറയും. അങ്ങനെ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹൈപ്പർബോൾ. ഞാൻ ഇപ്പോൾ നമ്മളെ പുരാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ കേസ് പറയുമ്പോൾ, ശ്രീകൃഷ്ണന്റെ വായ തുറന്നപ്പോൾ 14 ലോകങ്ങളും അമ്മ കണ്ടു എന്നാണ് പറയുന്നത്, വളർത്തമ്മ കണ്ടു എന്നാണ് പറയുന്നത്. 14 ലോകങ്ങളും കാണുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതെന്താ? അതൊരു ഹൈപ്പർ ബോളാണ്, ഹൈപ്പർ ബലിയാണ്. റൈറ്റ്. ഇനി ഈ വരി എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അതും അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഐ വാണ്ടേഡ് ലോൺലി ആസ് എ ക്ലൗഡ് എന്ന് പറയുന്ന വില്യം വേർഡ്സ്വർത്തിന്റെ, അത് വേൾഡ് വാർ അല്ല, വില്യം വേർഡ്സ്വർത്ത്. കുറച്ച് മടിയുള്ളതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചെന്ന് മാത്രം. 1804 ഇറങ്ങിയ ഐ വാണ്ടേഡ് ലോൺലി ആസ് എ ക്ലൗഡ് എന്ന് പറയുന്ന പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വരിയാണത്. ഇനി എന്താണ് ഓക്സിമൊറോണുകൾ? ഒരു ഒന്നോ രണ്ടോ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബിറ്റർ സ്വീറ്റ്, കൈപ്പേറെ സത്യം എന്നൊക്കെ പറയാം. ഓപ്പൺ സീക്രട്ട്, സീക്രട്ട് എന്ന് പറഞ്ഞാൽ അടച്ചു വെക്കേണ്ടതാണ്, സീക്രട്ട് ആണ്, അത് ഓപ്പൺ ആണ്. അടുക്കള രഹസ്യം, അങ്ങാടിപ്പാട്ട് എന്നൊക്കെ പറയില്ലേ. സോ മൊറോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഐഡിയാസിനെ ഒരു എഫക്റ്റിന് വേണ്ടി നമ്മൾ ഇട്ട് വെക്കുന്നതാണ്. ഓക്കെ.
സന്തോഷകരമായ വേദന എന്നൊക്കെ ചില ആൾക്കാർ പറയാറില്ലേ? എനിവേ, ഹു ഇൻവെന്റഡ് ദ ക്യാരക്ടർ ഓഫ് ജൂഡിത്ത് ഷേക്സ്പിയർ, ദ ഫിക്ഷണൽ സിസ്റ്റർ ഓഫ് ഷേക്സ്പിയർ? ഭയങ്കര എളുപ്പം. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ക്ലാസ്സിൽ. വിർജീനിയ വോൾഫിന്റെ, നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. വിർജീനിയ വോൾഫിന്റെ റൂം ഓഫ് ഫണ്ട്സ് ഓൺ എന്ന് പറയുന്ന 1929 ഇറങ്ങിയ ആ വർക്കിലാണ് ഷേക്സ്പിയറിന് ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു കാര്യം വിർജീനിയ വോൾഫ് പറഞ്ഞു വെക്കുന്നത്. Who is referred to as cousin Bridget in the essays of ചാൾസ് ലാംബ്? ചാൾസ് ലാമ്പിന്റെ എസ്സേകളിൽ കസിൻ ബ്രിഡ്ജറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള മേരി ലാംബിനെയാണ്. ഇനി ഇദ്ദേഹത്തിനെ വിളിക്കുന്ന, ചാൾസ് ലാംബ് എന്ന് പറയുന്ന എസ്സേയിസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഏലിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് എസ്സേസ് ഓഫ് ഏലിയ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വർക്കുകളെയാണ്, ചാൾസ് ലാംബിന്റെ വർക്കുകളെയാണ് അത് അങ്ങനെ വിളിക്കുന്നത്. റെസ്റ്റോറേഷൻ കോമഡി ഈസ് ഓൾസോ നോൺ ആസ്, നല്ല ചോദ്യമാണ്, പക്ഷേ ഈസി ക്വസ്റ്റ്യൻ ആണ്. ദ കോമഡി ഓഫ് മാനേഴ്സ്, ഇതെങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള ഡ്രാമകൾ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാലേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റൂ. ഇത് ബേസിക്കലി അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റിക്ക് എതിരായിട്ടുള്ള ഒരു സറ്റയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു തമാശ രൂപത്തിലുള്ള എഴുത്തായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. ഡിഡ് ഹി സ്മൈൽ ഹിസ് വർക്ക് ടു സീ? ഡിഡ് ഹി മെയ്ഡ് ദ ലാംബ് മേക്ക് ദി? ഐഡന്റിഫൈ ദ പോയം. ലാംബ് എന്ന് പറയുന്ന ഒരു വാക്ക് മതി ഇത് മനസ്സിലാക്കാൻ. ഇത് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, ലാംബിനെയും ടൈഗറിനെയും കുറിച്ചിട്ടുള്ള കഥ. ഇത് ടൈഗർ എന്ന് പറയുന്ന പോയത്തില് വില്യം ബ്ലേക്ക് എഴുതുന്നതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു സോങ്സ് ഓഫ് ഇന്നസെൻസും സോങ്സ് ഓഫ് എക്സ്പീരിയൻസും എന്നൊക്കെ, വാട്ടെവർ. അപ്പോൾ എന്തായാലും ഉത്തരം ഇതാണ്. ഇനി സ്റ്റിൽ ഐ റൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം ആയോ ആഞ്ചലോന്റെ വർക്കാണ്. തോട്ട് ഫോക്സ് ടെഡ് ഹ്യൂഗ്സ് അല്ലെ, ആനിമൽ പോയറ്റ് എന്നറിയപ്പെടുന്ന ടെഡ് ഹ്യൂഗ്സിന്റെ വർക്കാണ്. ദ ലാംബ് എന്ന് പറയുന്നതും ദ ടൈഗർ എന്ന് പറയുന്നതും ഒരാൾ എഴുതിയിട്ടുള്ള കവിതയാണ്. A literary technique where the same beginning consonant sound is repeated between two or more nearby words. അയ്യോ, ഇതിനേക്കാൾ വലിയ എളുപ്പമുള്ള ചോദ്യം ഇനി ആര് തരും? ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നു ഈ പരീക്ഷ. അൽട്രേഷൻ, അൽട്രേഷൻ അല്ലേ? അപ്പോസ്ട്രോഫി വേറെയാണ്. അപ്പോസ്ട്രോഫിന്റെ ഒരു ഉദാഹരണം ഏതാ? ഇപ്പൊ പെട്ടെന്ന് എടുത്ത് പറയുമ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു പോയുണ്ട്, ആഫ്രിക്ക. അത് പെട്ടെന്ന് നമ്മൾ ഇത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? നമ്മളെ ഡിഗ്രി കാലഘട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ പഠിപ്പിച്ചു തരിക. ആഫ്രിക്ക എന്ന് പറയുന്ന പോയത്തിൽ ആഫ്രിക്കയെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഒരേ വാക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് അപ്പോസ്ട്രോഫിയുടെ ഒരു ഗുണം. അസണൻസ് നമുക്കറിയാം, അനഫോർ നമുക്കറിയാം. ദ ഫ്രേസ് സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് ഈസ് യൂസ്ഡ് ബൈ മാത്യു അർണോൾഡ്. ഇതും ഞാൻ ആ ഇതിൽ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് എന്നുള്ളത് മാത്യു അർണോൾഡ് കൾച്ചർ ആൻഡ് അനാർക്കിയിൽ 1869 എഴുതി വെക്കുന്ന വാക്കാണ്. കാരണം ആ സൊസൈറ്റീനെയാണ് അദ്ദേഹം പറയുന്നത് കൾച്ചർ ആൻഡ് അനാർക്കിയിൽ. റൈറ്റ്, അർണോൾഡ് ആണ് അത് പറഞ്ഞിട്ടുള്ളത്. ഹൂ കമന്റഡ് ഐ ഹേർട്ട്ലി ഹെയ്റ്റ് ദ ഡിറ്റസ്റ്റ് ദാറ്റ് അനിമൽ കോൾ മാൻ? ഞാൻ ധരിക്കെ ഞാൻ ഞാൻ ആനന്ദ് ഇടയ്ക്കിടയ്ക്ക് ഇത് സ്വയം പറയുന്ന ഒരു കാര്യമാണത്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് അനിമൽ മാൻ എന്ന് പറയുന്ന അനിമലിനെയാണ്, അല്ലെ? നമുക്ക് ഏറ്റവും ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ പേടി വേണ്ടത് എന്നുള്ള ഒരു ഫിലോസഫിക്കൽ ചോദ്യമുണ്ട്. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു തന്നു, ഞാനിപ്പോ മനസ്സിലാക്കുന്നതാണ്, നിനക്ക് ഏറ്റവും പേടി വേണ്ടത് നിന്നെയാണെന്ന് എനിക്ക് പറഞ്ഞു പഠിപ്പിച്ചെന്നുള്ള. കാരണം മറ്റുള്ളവൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മളുടെ പെരുമാറ്റം അനുസരിച്ചിരിക്കും. അപ്പൊ എനിക്ക് ആരെയാ പേടി വേണ്ട? എനിക്ക് എന്നെ തന്നെയാണ് പേടി വേണ്ടത്, അല്ലെ? അതുപോലെയാണ് ഇവിടെ ജൊനാഥൻ സ്വിഫ്റ്റ്, സ്വിഫ്റ്റ് ആണ് ഈ വരി എഴുതിയിട്ടുള്ളത്. എന്തായാലും എനിക്ക് ഈ മനുഷ്യൻ എന്ന് പറയുന്ന മൃഗത്തെ ഭയങ്കര വെറുപ്പാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ആർക്ക് എഴുതിയതാണ് എന്ന് ചോദിച്ചാൽ അത് അലക്സാണ്ടർ പോപ്പിന് എഴുതി കൊടുത്ത ലെറ്ററിലുള്ളതാണ്. സ്വിഫ്റ്റ് ആണ് ഇത് പറയുന്നത്. റൈറ്റ്. ഹു അസെൻസ് ദ സ്കോട്ടിഷ് ത്രോൺ അറ്റ് ദ എൻഡ് ഓഫ് മാക്ബത്ത്? ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അത് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് കിട്ടുള്ളൂ. ഡയറക്റ്റ് ചോദ്യമാണ് ഇത്, അതുകൊണ്ടാണ് അങ്ങനെ കിടക്കണേ. മാൽക്കമാണ് വരുന്നത്, കാരണം മാക്ഡഫിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണിത് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഈ യുദ്ധം. ഓക്കെ, എന്തായാലും ഞാനൊരു ചെറിയ ഒരു 1-2 സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ അതിന്റെ പണികളിലും കൂടി ആയിരുന്നു.
വിശ്രമം മാത്രമായിരുന്നില്ല. അപ്പൊ നിങ്ങൾ അത് കാണുമ്പോൾ കണ്ടു നോക്കൂ. ചില വർക്കുകളെയും ചില കൺസെപ്റ്റുകളെയും മാച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇനി വരുന്ന വീഡിയോസിൽ. അത് ഒരു എന്താ പറയുക, MCQ ലെവൽ ആയിരിക്കില്ല. കുറച്ചും കൂടെ നിങ്ങളുടെ അറിവ് കൂട്ടാനുള്ള തരത്തിലും എനിക്കും കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുള്ള തരത്തിലുമായിരിക്കും അത് ഇടുന്നത്. അതിൽ മാക്ബത്ത് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ അത് അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ, അതിന്റെ എഴുത്ത് പരിപാടികൾ നടന്നുകൊണ്ടേ ഉള്ളൂ. ഒരു ക്ലാസ് പോലെ തന്നെ ആയിരിക്കും, പക്ഷെ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തരത്തിൽ ഞാൻ ഇടുന്നുണ്ട്. എനിവേ, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മാൽക്കോം ആണ്. Whose gravestone bears the inscription, "Here lies one whose name was written in water." CUT പരീക്ഷകൾക്കും കേട്ടറ്റിനും സെറ്റിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണത്. ജോൺ കീറ്റ്സിനെ പറ്റിയിട്ടുള്ളതാണ്. അദ്ദേഹം 25-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കവിയായിട്ട് അറിയപ്പെടേണ്ട ആൾ അദ്ദേഹം, അല്ലെ? TB കണ്ടു പഠിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. സോ അദ്ദേഹത്തിന്റെ ഗ്രേവ് സ്റ്റോണിലാണ് അത് എഴുതി വെച്ചിട്ടുള്ളത്. The most heterogeneous ideas are yoked by violence together. ആരെ പറ്റി പറഞ്ഞതാണ്? ഡോക്ടർ ജോൺസൺ, സാമുവൽ ജോൺസൺ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ഹെട്രോജനസ് ഐഡിയാസ്, ഒരു ബന്ധമില്ലാത്ത ഐഡിയാസിനെ വയലൻസ് കൊണ്ട് കുത്തി നിറച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഒരു ഡെറഗേറ്ററി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം. വയലൻസ് ആണല്ലോ, വിറ്റ് ആണല്ലോ ഇവർ പറയുന്നത്, ഇന്റലിജൻസ് ആണല്ലോ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് പറയുന്നത്. എന്തായാലും ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത്, മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ പറ്റി. ട്രാജിക് ഹീറോ ഹു സോൾഡ് ഹിസ് സോൾ ടു ദ ഡെവിൾ. ഇത് ഞാൻ ആ പറഞ്ഞ ഇതിൽ പറഞ്ഞതാ, വീഡിയോയിൽ പറഞ്ഞതാ. എന്ത് രസാണല്ലേ! ഭയങ്കര ഭയങ്കര ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ലൈക്ക് അത് ഒരു ബേസിക് അറിയുന്ന ആൾക്കാർക്ക് നല്ല മാർക്ക് കിട്ടുന്ന പരീക്ഷയായിരുന്നു. ഡോക്ടർ ഫോസ്റ്റസ്, മാർലോ എഴുതിയിട്ടുള്ള ഫോസ്റ്റസിലാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൽ ഹെലൻ അല്ലെ, ഹെലൻ ഓഫ് ട്രോയിനെയൊക്കെ നമുക്ക് കാണാൻ അതിൽ പറ്റുന്ന ദ ഡെസ്റ്റിനേഷൻ ഓഫ് ജോസഫ് പിൽഗ്രിംസ് ഇൻ ദ കാൻറ്റർബറി ടെയിൽസ്. അടുത്ത ഏറ്റവും എളുപ്പമുള്ള ചോദ്യം, സെന്റ് തോമസ് ബക്കറ്റിന്റെ ഷ്രൈന് കാണാൻ ഒരു പിൽഗ്രിമേജ് ആയിട്ടാണ് ഇവർ പോകുന്നത്. എവിടേക്ക്? കാൻറ്റർബറിയിലേക്ക്. അതാണ് കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്നത്. 221B ബേക്കർ സ്ട്രീറ്റ് ഈസ് ദ ഫേമസ് ലോഡ്ജിങ് ഓഫ്. അയ്യോ, ഇതിലിപ്പോൾ എന്താ ഞാൻ പറയുക, ഓരോ ചോദ്യങ്ങളും കാണുമ്പോഴും അതിനേക്കാൾ വലിയ ഈസി ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഷെർലക് ഹോംസിനെ പറ്റിയിട്ട് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെയും ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു, ഇതിലും ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ കേട്ടറ്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ നോക്കാൻ നമുക്ക് തുടങ്ങേണ്ടി വരും. ഇനി ഹെർക്യൂൾ പൈറോട്ട് എന്ന് പറയുന്നത് അഗത ക്രിസ്റ്റിയുടെ നോവലിലുള്ള ഒരു ക്യാരക്ടറാണ്. അയാളും ഇതുപോലെ ഒരു ഡിറ്റക്റ്റീവാണ്. ഇനി ഓഗസ്റ്റസ് ഡെപ്പിൻ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടല്ലോ, റാവൻ കവിതയൊക്കെ എഴുതിയ ആളാണ്. അദ്ദേഹത്തിന്റെ ആ, ഒരു സൃഷ്ടിയാണ് എഡ്ഗർ അലൻ പോ. റാവൻ കവിത എഴുതിയിട്ടുള്ളത് പുള്ളിയാണ്. നെയിം ദ ഫേമസ് ക്ലെയർവോയിന്റ് ഇൻ വേസ്റ്റ് ലാൻഡ്. നോക്കൂ, എന്ത് രസമുള്ള ചോദ്യങ്ങളാണ്. മാഡം സോസ്ട്രിസ്. ഭയങ്കര എളുപ്പമുള്ള ചോദ്യമാണ്. പ്രൊഫ്രോക്ക് അല്ലാന്ന് അറിയാം, കാരണം പ്രൊഫ്രോക്കിന്റെ കഥ എന്താണെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കവിത ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൊസോസ്ട്രസ്. മെയിൽ ഗെയ്സ് ഇസ് എ ക്രിട്ടിക്കൽ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. നല്ല ചോദ്യം, നല്ല ചോദ്യം, ഒരു സെറ്റ് ലെവലിലുള്ള ചോദ്യം. ലോറ മോൾവയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സാധാരണക്കാർ പഠിക്കേണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ നമ്മളുടെ അറിവിലുള്ളത് തന്നെയാണ്, പക്ഷെ നല്ലൊരു സ്റ്റാൻഡേർഡ് ചോദ്യമാണത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് വാസ് സർട്ടൻലി ടൈറ്റിൽഡ് മിസ്റ്റേക്സ് ഓഫ് എ നൈറ്റ്. നല്ല ചോദ്യം, അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ചിലപ്പോൾ വിട്ടുപോയേക്കുന്ന ഒരു കാര്യമാണ്. ഷീ സ്റ്റൂപ്സ് ടു കോൺക്വയർ എന്ന് പറയുന്ന ഒലിവർ ഗോൾഡ് സ്മിത്തിന്റെ 1773 എഴുതിയ വർക്കിന്റെ ഒരു ഫസ്റ്റ് ടൈറ്റിലായിട്ട് പരിഗണിച്ചിരുന്നത് ഇതായിരുന്നു, മിസ്റ്റേക്സ് ഓഫ് എ നൈറ്റ്. ഹു ക്രിയേറ്റഡ് ദ ക്യാരക്ടർ ഗോദോത്ത്. ഇതൊന്നും ഞാൻ ഇനി പറയാൻ ശ്രമിക്കുന്നില്ല, ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബക്കറ്റിന്റെയാണ്. പക്ഷെ നമുക്ക് അറിയേണ്ട ഒരു അടുത്ത ഒരു വർക്ക് എന്റെ പരിഗണനയിൽ പെട്ടെന്ന് ഓർമ്മ വന്നതാണത്. പിന്ററിന്റെ ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കണം. ഓക്കെ, അയണസ്റ്റോന്റെ വർക്ക് ഇതുപോലെ തന്നെ വരുന്നുണ്ട്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ സെറ്റ് ഇൻ നോട്ടിംഗ്ഹാം മൈനിങ് വില്ലേജ്. അതാണ് അതിലത്തെ ക്ലൂ എന്ന് പറയുന്നത്, മൈനിങ് വില്ലേജ്. സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്നതാണ് ഉത്തരം. DH ലോറൻസ് 1913 ഇറങ്ങിയതാണ്, എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ ചില നോവലുകൾ എന്ത് ചെയ്യുന്നുണ്ട്,
ഈ പേരൊക്കെ പറഞ്ഞിട്ട്, അതായത് സെക്ഷൽ കണ്ടന്റ് അതിലുണ്ട്. കുറച്ച് അഡൾട്ടറി ആയിട്ടുള്ള വർക്കാണ് അതിൽ. ഈ സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അമ്മയും മക്കളുമായിട്ടുള്ള സ്നേഹബന്ധത്തിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഓക്കെ. അതുപോലെ അദ്ദേഹത്തിന്റെ വേറെ വർക്കുകളുണ്ട്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ നിരോധിച്ച വർക്കുകളായിരുന്നു. അതിലെ സെക്ഷൽ കണ്ടന്റിന് വേണ്ടിയിട്ട്, അതായത് അതിൽ കുറച്ച് സെൻഷ്വൽ ആയിട്ടുള്ള സെക്സ് പോലെയുള്ള കാര്യങ്ങൾ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് നിരോധിക്കപ്പെടുന്നുണ്ട് അതിന്റെ വർക്കൊക്കെ. എനിവേ, ബ്രേവ് ന്യൂ വേൾഡ് എന്നൊക്കെ പറയുന്നത് വേറെ ആളുടെയാണ്. അത് സയന്റിഫിക് ആയിട്ടുള്ള വർക്കാണ്. അടുത്ത ചോദ്യം. വിച്ച് among the following is not an epistolary novel? എമ്മ, ജെയിൻ ഓസ്റ്റിന്റെ 1815 ഇറങ്ങിയ നോവലാണ്. അത് എന്താണ്? എപ്പിസ്റ്റോളറി നോവൽ അല്ല. അത് ഞാൻ ആ ഡ്രാക്കുളയുടെ കേസൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എപ്പിസ്റ്റോളറി നോവൽ എന്നുള്ളത്. വിൽഡങ് സ്ട്രോമൻ എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, അടുത്തത്. ഇനിയിപ്പോ ഇതിൽ കിടക്കുന്ന ബാക്കിയുള്ളത് ആരുടെയാ? പമേല ആൻഡ് ക്ലാരിസ് എന്ന് പറയുന്നത് ആലോചിക്കേണ്ട, കാരണം അത് സാമുവൽ എൽ ജാക്സൺ എഴുതിയിട്ടുള്ളതാണ്. എവലീന എന്ന് പറയുന്നത് ഫ്രാൻസിസ് ബേൺ എഴുതിയിട്ടുള്ള വർക്കുമാണ്. ഓതർ ഓഫ് എ പാസേജ് ടു ഇന്ത്യ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യയും അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷ് ആധിപത്യമായിട്ടുള്ള ക്ലാഷ് പറയുന്ന വർക്കാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഇ എം ഫോസ്റ്റർ ആണ്. 1924 ഇത് എഴുതിയിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. നിങ്ങളൊരു വർക്ക് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ പോയം ഹാസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ജസ്റ്റിഫൈങ് ദ വേസ് ഓഫ് ഗോഡ് ടു മെൻ. നല്ല ചോദ്യം. എളുപ്പമുള്ള ചോദ്യമാണ്, പക്ഷെ നല്ല ചോദ്യമാണ്. പാരഡൈസ് ലോസ്റ്റ്, മിൽട്ടന്റെ 1667 ഇറങ്ങി, 10 ബുക്കായിട്ട് ഇറങ്ങി, 12 ബുക്കായിട്ട് മാറ്റിയിട്ടുള്ള വർക്കാണ് എന്ത്, നമ്മുടെ ഈ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന. പാരഡൈസ് റീഗെയിൻഡ് എന്ന് പറയുന്ന അടുത്ത വർക്ക് വരുന്നുണ്ട്. വാട്ടർ അവിടെ കിടക്കട്ടെ. ഹു ഇസ് ഓതർ ഓഫ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്? കോഴ്സ് ദ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫെർഡിനാൻഡ് സഷുവറിന്റെ വർക്കാണ്. ഓക്കെ. ചോംസ്കിയുടെ വർക്ക് വേറെയാണ്. എവരി മാൻ ബിലോങ്സ് ടു ദ ഡോണർ ഓഫ് മൊറാലിറ്റി പ്ലേസ് ആണ്. മിസ്റ്ററി പ്ലേസ് അപ്പൊ എന്താ വരുന്നത്? അത് സയൻസിന്റെയൊക്കെ ലൈഫിനെ കുറിച്ച് പറയുന്നതാണ്. ഇവിടെയോ മൊറാലിറ്റി പ്ലേസ് ആണ്. ഓക്കെ. മിറാക്കിൾ പ്ലേസും വേറെയാണ്. ആൻഡ് ഫോർ ഡൂംഡ് യൂത്ത് ഇസ് എ പോയം ബൈ വിൽഫ്രഡ് ഓവൻ. നമ്മൾ വാർ പോയറ്റ്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു വീഡിയോ നമ്മളുടെ ഈ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ടായിരിക്കും. അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് നമ്മളെ പ്രധാനപ്പെട്ട ഇവര് വാർ പോയിറ്റ്സ് എന്നുള്ളത്. അതിൽ ഞാൻ വിൽഫ്രഡ് ഓവന്റെ പേരൊക്കെ പറയുന്നുണ്ട്. അതിൽ ഈ വർക്കും പറയുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട് ഞാൻ. ദ ഓതർ ഓഫ് ആൻ അപ്പോളജി ഫോർ പോയിട്രി. നോക്കി എത്ര ഡയറക്റ്റ് സിമ്പിൾ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഫിലിപ്പ് സിഡ്നിയാണ്. ഓക്കെ. ഫിലിപ്പ് സിഡ്നി. ഗോസണ് ആരാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. റൈറ്റ്. ഹേർട്ട് ലാമ്പ് വാസ് റിട്ടൺ ബൈ. ഒരാൾക്കും അറിയണമെന്ന് നിർബന്ധമില്ലാത്തൊരു ചോദ്യം അത്. ഒരാൾക്കും അറിയണമെന്ന് നിർബന്ധമില്ല. ബാനു മുസ്താഖ് എന്ന് പറയുന്ന ആളാണ്. ഒരാൾക്കും അറിയണം നിർബന്ധമില്ല. അതാ ഞാൻ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടണം നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ നോക്കി എത്ര സിമ്പിൾ ചോദ്യങ്ങൾ വന്നിട്ടാണ് ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യം വന്നത്. റോട്ട് ദ എക്ലിസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് റൈറ്റ്സ്. നല്ല ചോദ്യം, പക്ഷേ എളുപ്പമുള്ളത്. വെനറബിൾ ബീഡാണ്. അത് ഓൾഡ് ഇംഗ്ലീഷിൽ വരുന്ന ഒരു വർക്കുമാണ്. ലൈൻ ഷാൾ ഐ കമ്പയർ ദി ടു എ സമ്മേഴ്സ് ഡേ. ഷേക്സ്പിയറിനെ വായിച്ചിട്ടുള്ള ഡിഗ്രി പഠിച്ച എല്ലാവർക്കും ഇതൊക്കെ പഠിക്കാറുണ്ടായിരിക്കും. സോണറ്റ് 18 നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഈ 1609 പ്രത്യേകതയും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ട് അത് ആദ്യമായിട്ട് വരുന്നത് അപ്പോഴാണ്. ഇനി CCE പെഡഗോഗിയുടെ പാർട്ടിലേക്ക് വരുമ്പോൾ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. എത്ര സിമ്പിൾ ചോദ്യമാണ്. ഇതിനേക്കാൾ സിമ്പിൾ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എല്ലാവർക്കും അറിയുന്ന ടെൻഷനൊക്കെ അകറ്റാൻ പറ്റിയ ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊക്കെ. ഓക്കെ. Which among the following is a demerit of direct method of language teaching? നല്ല ചോദ്യമാണ്, ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യമാണ്, കാരണം നല്ല ചോദ്യം. പക്ഷെ ഡയറക്റ്റ് മെത്തേഡ് അറിയുന്ന ആൾക്ക് ഇത് എളുപ്പമാണ്. എന്താണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് അറിയുന്ന ആൾക്ക് ഇത് എളുപ്പം? കാരണം ഇതിൽ സി ലേണർ ഹാസ് ടു അവോയ്ഡ് L1. അയാളുടെ L1 ലാംഗ്വേജ് ഉപയോഗിക്കാതെ വേണം ഇത് എന്ന് പറയുന്നത്. റൈറ്റ്. അടുത്ത ചോദ്യം. സർ, which among the following is a demerit of micro teaching? Micro teaching. It's a skill-oriented technique and does not focus on content. നിങ്ങൾ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ
ടീച്ചറെ ഇതെടുത്ത് കാണിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അല്ലാതെ നിങ്ങൾക്ക് കണ്ടന്റ് നോളജ് ഉണ്ടോ എന്നൊന്നും ആരും ആ ബോർഡിൽ എഴുതുന്ന സമയത്ത് തിരിഞ്ഞു നിന്നിട്ട് ടീച്ചറെ ഞാൻ പറയുന്ന കണ്ടന്റ് ശരിയാണോ എന്നൊന്നും ആരും ചോദിക്കാൻ നിൽക്കില്ല. 5-6 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് മൊത്തം പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുക്കണം. Which among the following is not true about intensive reading? Does not require more attention to the text എന്നുള്ളതാണ് പറയുന്നത്. ഇന്റൻസീവ് റീഡിങ്ങിന് ട്രൂ അല്ലാത്തത് അതാണ് നോട്ട് എന്ന് പറയുന്നത് വലുതാക്കി കൊടുത്തിട്ടുള്ളത്. ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ? ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU, ഇന്റൻസീവ് ആയിട്ടുള്ള വർക്കാണ്. ഇന്റൻസീവ് റീഡിങ്, അതിലെ നോട്ട് ഓപ്ഷൻ ഏത് വരുന്നു? അതിന് ടെക്സ്റ്റിന് അറ്റൻഷൻ കൊടുക്കണ്ടേ? കൊടുക്കണം. അപ്പൊ അതങ്ങനെ വരുന്നു. അടുത്തത്, സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ആൻ ഓപ്പൺ വോക്കൽ ട്രാക്ക് വിതൗട്ട് എനി ഇന്ററപ്ഷൻ ഓഫ് ദ ടങ് ആർ യു? സിമ്പിൾ സിമ്പിൾ ചോദ്യം. വൊബൽസ് ആണ്. ഇതിലെന്താ രസം എന്നറിയോ? അഫ്രിക്കേറ്റീവ്സും അതുപോലെ നമ്മുടെ ഈ ബൈലേബിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാം അത് ബേസിക്കലി കോൺസണൻസ് ആണ്. ഓപ്ഷൻ കൊടുത്തിട്ടുള്ളതും കോൺസണന്റ് ആണ്. 3 ഓപ്ഷൻ കോൺസണന്റ് തന്നിട്ടാണ് അവർ ചോദിക്കുന്നത് ഇതിലല്ലാത്തത് ഏതാണ്? അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം, അത് വവ്വലുകളാണ്. റൈറ്റ്. Which among the following is not a characteristics of non-linear multimedia content? ഓപ്ഷൻ ആണ്. ഓക്കെ. ആക്റ്റീവ് കോണ്ടന്റ് പ്രോഗ്രസ് വിതൗട്ട് എനി നാവിഗേഷണൽ കൺട്രോൾ എന്നുള്ളതാണ് അതിലെ ശരിയായിട്ടുള്ള ഉത്തരം. Which among the following is not a basic skill of language learning? ആക്ടിങ് അല്ലെ? മോഹൻലാൽ ആക്ട് ചെയ്യുന്നു, അത് ലാംഗ്വേജ് ലേണിംഗിന്റെ ഭാഗമല്ല. ലാംഗ്വേജ് ലേണിംഗിന്റെ ഭാഗമാവേണ്ടത് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എന്നുള്ള കാര്യങ്ങളാണ്. ആക്ടിങ് അതിൽ വരണം നിർബന്ധമില്ല. The smallest unit of meaning in a language is termed what? മോർഫിയം. നല്ല ചോദ്യം. കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റിയ ചോദ്യം. മോർഫിയം ആണോ ഫോണീം ആണോ എന്നൊക്കെയുള്ള കാര്യം കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റിയത്. ഡിഫ്തോങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വവ്വൽ ഗ്ലൈഡ്സ് ആണ് അല്ലെ? I wandered lonely as a cloud is an example of what? സിമിലിയാണ്. സിമിലി. ഓക്സിമറോൺ നമ്മൾ പറഞ്ഞു. ഓണമറ്റോപോയ്യ നമുക്കറിയാം മെറ്റഫർ അല്ല. ആസ് എ ക്ലൗഡ് എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഡാഷ് ക്വാണ്ടിഫൈസ് ഹൗ മച്ച് ലേണർ നോസ് അബൌട്ട് ദ സബ്ജക്ട്. ഇതെനിക്ക് എപ്പോഴും തെറ്റാറുള്ളതാ. ഫോർമേറ്റീവും സമ്മേറ്റീവും അസസ്മെന്റുകൾ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മാറിപ്പോകുന്നതാണ്. ഇതെപ്പോ ഇത് കണ്ടക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് സംശയമാണ്. സമ്മേറ്റീവ് ഞാൻ അവസാനം മനസ്സിലാക്കി അത് സമ്മറിൽ നടത്തുന്ന പരീക്ഷയാണ്. സമ്മറിൽ എന്താ? സ്കൂൾ അടയ്ക്കാൻ നേരം ഏറ്റവും അവസാനം പിരിച്ചു വിടുമ്പോഴുള്ള പരിപാടി. അപ്പോൾ ഏതിലാണ് കണ്ടെത്തുക? സമ്മേറ്റീവ് അസസ്മെന്റിലാണ് ഇത് കണ്ടെത്തുന്നത്. While reading activities help learners to know their comprehension. While reading activities trigger possibilities of prediction. ഇതിൽ ഓപ്ഷൻ ആയിട്ടുള്ള 1 and 2 ട്രൂ ആയിട്ടുള്ളതാണ് ഇതിൽ വരുന്ന ഉത്തരം. ഇനി CLT, സോ സിമ്പിൾ. സോ സിമ്പിൾ. ഓൾ ഓഫ് ദ എബോവ് ആണ് ഇതിൽ ഉത്തരമായിട്ട് വരുന്നത്. ഓൾ ഓഫ് ദ എബോവ് എല്ലാം ശരിയാണ്. A form of a spoken language peculiar to a region, community or a social group is called a dialect. നമ്മൾ ഇത് മലയാള സിനിമയിൽ മമ്മൂട്ടിയെ കുറിച്ച് പറയാറുണ്ട്. ഡയലക്റ്റുകളുടെ രാജാവാണ് പുള്ളി. കാസർഗോഡ് സംസാരിക്കും, മലബാർ സംസാരിക്കും, കോട്ടയം, ഇടുക്കി, എറണാകുളം സംസാരിക്കും, ട്രിവാൻഡ്രം സംസാരിക്കും, എന്ത് വേണമെങ്കിൽ സംസാരിക്കും. ഹിന്ദുവായിട്ട് സംസാരിക്കും, മുസ്ലിമായിട്ട് സംസാരിക്കും, ക്രിസ്ത്യാനിയായിട്ട് സംസാരിക്കും. ഇനി പുള്ളിക്ക് കിട്ടിക്കഴിഞ്ഞാൽ മുത്തപ്പനായിട്ട് സംസാരിക്കും. വയസ്സായ ആളെ പോലെ സംസാരിക്കും. ഭയങ്കര കഴിവാണ്. ഡയലക്റ്റുകൾ കൊണ്ടുള്ള കളിയാണ് ഇതിന്റെ. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് വാട്ട്? എല്ലാം ശരിയാണ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിനെ കുറിച്ചുള്ള 2ാമത്തെ ചോദ്യമാണിത് അല്ലെ? ഓൾ ഓഫ് ദ അബവ്. The constructive approach enables active learning, allowing learners to construct knowledge. 2ാമത്തെ എന്താ? The constructive approach is a teacher-centered. ഇതിൽ 1ാമത്തെ മാത്രമേ ശരിയായിട്ടുള്ളൂ. അതായത് ഓപ്ഷൻ മാത്രമേ ഇതിൽ ശരിയായിട്ട് ഉള്ളൂ. കൊറിയോഗ്രാഫി ഈസ് എ പെഡഗോഗിക്കൽ ടൂൾ യൂസ്ഡ് ടു. കൊറിയോഗ്രാഫി എന്തിനാ ഉപയോഗിക്കുക? ഡ്രമാറ്റൈസ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് എ പോയം. ഓക്കെ. എ ലെറ്റർ റിട്ടേൺ ടു ദ ഹെഡ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇത് ഇങ്ങനത്തെയൊക്കെ ചോദ്യം എന്താ ഞാനിന്ന് പഠിക്കുമ്പോൾ വരാത്തതെന്ന് ഞാൻ ആലോചിച്ചിട്ടുള്ളത്.
ഫോർമൽ ലെറ്ററിനെ കുറിച്ചാണ് അവർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഭയങ്കര എളുപ്പമുള്ള ചോദ്യമായി പോയി. നല്ല എളുപ്പമുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ. സ്കിമ്മിങ് is a style of reading in which the reader looks for a particular piece of information in large text. സ്കാനിങ് is a reading style with no particular objective. ഇതിൽ രണ്ടും തെറ്റാ. സ്കിമ്മിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്കാനിങ്ങിന്റെ ഉത്തരമാണ്, സ്കാനിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്കിമ്മിങ്ങിന്റെ ഉത്തരമാണ്. ഓപ്പോസിറ്റ്, നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. Which among the following is not a type of prose writing? ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള റൈറ്റിംഗുകൾ പ്രോസ് റൈറ്റിംഗുകൾ ഉൾപ്പെടാറില്ല. Which among the following is not a feature of Bloom's taxonomy? നല്ല ചോദ്യമാണ്, പക്ഷെ സിമ്പിൾ ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് നോട്ട് എ ഫീച്ചർ എന്നല്ല ചോദിച്ചിട്ടുള്ളത്. An individualized training technique which reduces the class size to 5 to 10 people is termed. നല്ല എളുപ്പമുള്ള ചോദ്യം, നല്ല എളുപ്പമുള്ള ചോദ്യം. മൈക്രോ ടീച്ച് എന്താണ് ഇത്ര എളുപ്പമായിട്ട് ചോദ്യങ്ങൾ വരുന്നത്? എഡിറ്റിംഗ് ഇൻവോൾവ്സ് കറക്ഷൻ, കറക്റ്റിംഗ് എറേഴ്സ് റിലേറ്റഡ് ടു എല്ലാം. ഒരു ചോദ്യ പേപ്പർ, ഒരു ഉത്തര പേപ്പർ, ഒരു ന്യൂസ് പേപ്പർ, എന്തെങ്കിലും പേപ്പർ കറക്റ്റ് ചെയ്യുന്ന ആളൊന്ന് മാത്രമായിട്ട് ഇതിൽ വിടുവോ? ഇല്ല, എല്ലാം കറക്റ്റ് ചെയ്യേണ്ടി വരും. The skill for strengthening the connection between stimulus and response is റീഇൻഫോഴ്സ്മെന്റ് സ്കില്ലിൽ വരുന്നതാണ്. നല്ല ചോദ്യം അത്, നല്ല ചോദ്യം. A learning disorder that affects one's writing ability, affecting letter formation, spacing and coherence is termed. നോക്കൂ, എന്ത് എളുപ്പമുള്ള ചോദ്യമാണ്. ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം. ബാക്കി രണ്ടെണ്ണം ആലോചിക്കേണ്ട കാര്യമില്ല, അല്ലേ? ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, അടുത്ത എളുപ്പമുള്ള ചോദ്യം. ഓൾ ഓഫ് ദ എബോവ് ആണ് ഇതിൽ ഉത്തരം. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് അറിയില്ല എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. നല്ല കാര്യമാണ്, നമുക്ക് പാസ്സാവാൻ ഇത് മതി. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രശ്നമല്ല, പക്ഷെ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. എ പേഴ്സൺ ഓർ തിങ് റെപ്രസെന്റിങ് ആൻ അബ്സ്ട്രാക്ട് ഐഡിയ ഓർ കോൺസെപ്റ്റ് ഈസ് സിമ്പൽ. സിമ്പൽ ഇപ്പോ നമ്മൾ സാധാരണ സിമ്പിൾസിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. നമ്മൾ ഈ ട്രാഫിക് ലൈറ്റ് ഒരു സിമ്പലാണ്, അല്ലെ? English has 44 sounds which consist of 20 vowel sounds and 24 consonant sounds. English has 44 sounds which consist of 24 vowel sounds and 20 consonant sounds. ഏതാ? ഒന്ന് മാത്രമാണ് ശരി. എ ഓപ്ഷൻ ആയിട്ടുള്ള ഒന്ന് മാത്രമാണ് ശരി. IPA നല്ല ചോദ്യമാണ്, പക്ഷെ എളുപ്പമുള്ള ചോദ്യമാണ്. IPA ഫുൾ ഫോം ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ്. നല്ല ചോദ്യം, പക്ഷെ എളുപ്പമുള്ള ചോദ്യം. Which among the following is not an element of prose? Stanzaic division. സ്റ്റാൻസ വെച്ച് ഏതാ എഴുതുക? നമ്മൾ പോയംസ് ആണ് എഴുതുന്നത്, പ്രോസ് എഴുതേണ്ട കാര്യമില്ല. അത് പാരഗ്രാഫ് വെച്ചിട്ടല്ലേ എഴുതുക. കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്, പക്ഷെ നല്ല ചോദ്യം. Who among the following is not a constructivist? നിങ്ങളുടെ പെഡഗോഗിയും സൈക്കോളജിയും എല്ലാം കൂടെ ചേർത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ചോദ്യം. ഇവാൻ പാവ്ലോവ്. റൈറ്റ്. ഇത്രയുമാണ് നമ്മളുടെ ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ. ഓക്കെ, എന്തായാലും നന്നായിട്ട് പഠിക്കും. ഇനിയൊരു വീഡിയോയിൽ കാണാം. ഞാൻ ആക്ച്വലി വേറെ കുറച്ച് വ്യത്യാസമുള്ള കണ്ടന്റുകളാണ് ഇനി ചെയ്യാൻ എൻ്റെ മനസ്സിലുള്ളത്. ടൈം പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. കാരണം വർക്കുകളെ കുറിച്ച് തന്നെയായിരിക്കും, പക്ഷെ അതിൽ ഉപരിയായിട്ട് കുറച്ചൊരു ജനറൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബേസിക് ഐഡിയോളജികളൊക്കെ ഒന്ന് മാറ്റാൻ തരത്തിലുള്ള ഒരു കാര്യം ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വീഡിയോസും വരും. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കാം. ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റ്സ്. താങ്ക് യു, താങ്ക് യു. അതും ഞാൻ പറയണമല്ലോ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യാം. എനിവേ, നല്ല പരീക്ഷയായി മാറട്ടെ. എല്ലാവർക്കും റിസൾട്ട് വരുമ്പോൾ പാസ്സാവട്ടെ. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതിന് പഠിക്കാൻ തുടങ്ങുക. സെറ്റ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ, ജൂണിൽ നെറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1-2 വർഷം കഴിയുമ്പോഴേക്കും HSI വീണ്ടും വിളിക്കും. റൈറ്റ്. എന്തായാലും എല്ലാവർക്കും നല്ല ആശംസകൾ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട്, നോ പ്രോബ്ലം. പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടാം. എന്തായാലും സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്ന എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.